പണ്ടാറിറങ്ങാൻ വല്ലാത്തൊരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതാരെ സ്നേഹിക്കണം, ആരെ ബഹുമാനിക്കണം, ആരാദരിക്കണം എന്ന് ഒരു പിടുത്തമില്ലാത്തൊരു കാലം. ഇന്ന് തിരുവനന്തപുരത്തെ 3 സ്ത്രീകളെന്ന് പറയാൻ പറ്റുമോ, സ്ത്രീകളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിയാണ്, ഉമ്മയുടെ കാൽപ്പടിയിലാണ് സ്വർഗം. അതുപോലെ തന്നെ സ്ത്രീയെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ കോപ്പ്. ഇന്ന് 3 സ്ത്രീകൾ എന്ന് പറയുന്ന തെണ്ടി കേസുകൾ. ഒരു 2.5 വയസ്സായ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരില് ആ കുട്ടികളുടെ ജനേന്ദ്രിയത്തില് മുറിവേലിപ്പിച്ച രാക്ഷസിമാരുടെ സ്ത്രീകൾ എന്ന് വിളിക്കാൻ പറ്റുമോ? എന്ത് വൃത്തികെട്ട നാടായി പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്ന് മൃഗത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരെ വരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും. മനുഷ്യന്മാർക്കും ആർക്കും വിലയില്ലാത്തൊരു പണ്ടാറടങ്ങിയ കാലം. ഈ കാലത്ത് ആരോടെന്തു പറയാൻ? മനുഷ്യന് വിലയില്ലാത്ത ഇന്നത്തെ കാലത്ത് ഇന്ന് ഈ മനുഷ്യന്മാർക്ക് എന്താണ്, ആരോടാണ്, എന്തിനാണ് കടപ്പാടെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നമ്മളൊക്കെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഇന്ന് ലോകത്തിന്റെ നെറുകഴിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, പട്ടിണി പാവങ്ങൾ ഇവിടെ ഉണ്ട്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ആരും ആരെയും വിലയില്ലാത്തൊരു കാലം. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തിറങ്ങുന്നൊരു കാലഘട്ടം. ഇത്ര പോന്ന് 2.5 വയസ്സായ കുട്ടികൾ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആ കുട്ടികളോട് അതിഭീകരമായി പ്രവർത്തിച്ച ഈ സ്ത്രീകളെ സ്ത്രീകൾ എന്ന് പറയാൻ പറ്റുമോ? പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകൾക്ക് വല്ലാത്ത ഒരു മാനസിക അലിവുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും ക്രൂരന്മാരായി നിൽക്കുന്ന സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടതില്ല. ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും മാനക്കേട് ഉണ്ടാക്കുന്ന സ്ത്രീകളായിപ്പോ. പണ്ട് ഉത്തർപ്രദേശിൽ നമുക്കറിയാം, ഒരു കുട്ടി ക്ലാസ് ടീച്ചറുടെ കുപ്പിയിൽ നിന്നും ഒരു വെള്ളം കുടിച്ചതിന്റെ പേരിൽ കുട്ടിയെ മർദ്ദിക്കുകയും അടിച്ചു കൊല്ലുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലഘട്ടത്തല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്ത്. ഇന്നിതാ നമ്മുടെ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാവർക്കും മാതൃകയായിരുന്ന കേരളത്തില് 3 ആയന്മാരാണ് പോലും, ആയന്മാര്. അത് കോപ്പാണ്, കോപ്പ്. എന്നിട്ട് ഈ കുട്ടികളെ ഇത്രയും ഭീകരമായി മർദ്ദിച്ച സ്ത്രീകള് എഴുതി വെച്ചോളൂ, എഴുതി വെച്ചോളൂ, 1 മാസം 2 മാസത്തിന്റെ ഉള്ളിൽ ഇവര് പുറത്തിറങ്ങി പോലും. സ്ത്രീ അമ്മയാണ് പോലും. എന്തമ്മയാണ്? എവിടം വരെ എത്തി നമ്മുടെ ഇന്നത്തെ കാലം? ഇന്നത് ചർച്ചയുണ്ടാവില്ല. കാരണം ഇന്നലെ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്ന് എന്റെ പാർട്ടിയിലാണ്, അത് ചർച്ച ചെയ്യട്ടെ. വിലവർദ്ധനവ് നമുക്ക് ചർച്ചയേ ചെയ്യണ്ട. നമുക്ക് പരസ്പരം ഇങ്ങനെ കടിച്ചു കയറി ആരും മനുഷ്യരൊരു വിലയില്ലാത്ത മൃഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടൊരു പന്നിയെയോ അല്ലെങ്കിൽ പിന്നെ വലിയ മൃഗങ്ങളെയോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനും അവർക്ക് വേണ്ടി പുറത്തിറങ്ങാനൊക്കെ ആളുകളുണ്ടാവും.